നമ്മൾ വിചാരിക്കും കുറേ ഒരാളെ ഗീബത്ത് പറഞ്ഞ് ഉംറക്കവും പൊരുത്തപ്പിടിച്ചൊക്കെ തീരുന്നു. അയാൾ പൊരുത്തപ്പെട്ട് തന്നേക്കും. പക്ഷെ നിങ്ങൾ ആ ചെയ്ത ഗീബത്ത്, അയാളെ പറ്റി മോശം പറഞ്ഞത് അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അയാൾ പുറത്തുനിന്നു, അവിടെ തീർന്നു. ബാക്കി പടച്ചോൻ പുറത്തരണം. തിന്മ ചെയ്ത ആളുകൾക്ക് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. മാപ്പ് ചെയ്ത് കൊടുത്താൽ അള്ളാഹ് ശിക്ഷിക്കൂല എന്നതിനർത്ഥമല്ല. നിങ്ങൾ വലിയൊരു ഗുണം ചെയ്തു, നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്തു. അള്ളാഹു മാപ്പ് ചെയ്യണമെന്നതുകൊണ്ട് നിർബന്ധമല്ല. യുഅദ്ദിബു മൻ യശാ വയഗ്ഫിറു ലിമൻ യശാ. അള്ളാഹുവിന് വേണമെങ്കിൽ എപ്പോഴും ശിക്ഷിക്കാം. അപ്പോൾ ഒക്കെ ചെയ്തിട്ടേ പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് വിട്ടൊക്കെ തീരുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്ന ഭാണ്ഡങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, കൊണ്ടുവന്നതൊക്കെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ വസ്തുക്കളായി കാണപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹു ആ നാളിൽ നമുക്ക് മാപ്പ് തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ.